നമുക്കെല്ലാവർക്കും ലൈഫിൽ പല സിറ്റുവേഷൻസിലും ടെൻഷൻസ് ഉണ്ടാവാറുണ്ട്. ടെൻഷൻസ് എന്ന് പറയുമ്പോൾ പലപ്പോഴും അതൊരു ലാക്ക് ഓഫ് കോൺഫിഡൻസ് തന്നെ നമുക്ക് പറയാം. കരിയറിൽ തീർച്ചയായിട്ടും കോൺഫിഡൻസിൻ്റെ ഇഷ്യൂസ് ഫേസ് ചെയ്യുന്ന ഒരുപാട് മലയാളികൾ നമുക്ക് ചുറ്റുമുണ്ട്. ഇത് കേൾക്കുന്ന പലരും അതേ സിറ്റുവേഷൻസിൽ കൂടി കടന്നു പോയിട്ടുള്ളവരാവുമെന്ന് എനിക്കറിയാം. ഞാനും പലതവണ അനുഭവിച്ചിട്ടുള്ള കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇവോൾവേഴ്സിൽ ഇന്റേൺപ്രണർ പ്രോഗ്രാം ഡിസൈൻ ചെയ്ത സമയത്ത് ഏറ്റവും കീ ടേക്ക് അവേസിലൊന്നായിട്ട് കോൺഫിഡൻസ് എന്നുള്ളൊരു സംഗതി തന്നെ കൊണ്ടുവരാൻ ശ്രമിച്ചത്. പലപ്പോഴും ഈ ടെൻഷൻ മാറ്റാൻ അല്ലെങ്കിൽ കോൺഫിഡൻ്റ് ആവാനായിട്ട് ആൾക്കാർ ശ്രമിക്കുന്ന പല വഴികളുണ്ട്. ചിലത് മോട്ടിവേഷണൽ വീഡിയോസ് കേൾക്കുക എന്നുള്ളതൊക്കെ ആയിരിക്കും, അല്ലെങ്കിൽ മോട്ടിവേഷണൽ കണ്ടൻറ്റ് കാണുക, സെൽഫ് ഹെൽപ്പ് ബുക്സ് വായിക്കുക എന്നുള്ള കാര്യങ്ങളിലൊക്കെ ആയിരിക്കും. പക്ഷേ ഇത് പലപ്പോഴും ഒരുപാട് നാൾ നീണ്ടു നിൽക്കുന്ന ഒരു കോൺഫിഡൻസ് ആവില്ല, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഇൻസ്പിറേഷനോ മോട്ടിവേഷനോ ആവില്ല. അതിൻ്റെയൊക്കെ ഒരു പരിധി വളരെ കുറവായിരിക്കാം. അപ്പോൾ അതിൽ നിന്നാണ് ഞങ്ങൾ കോൺഫിഡൻസ് എങ്ങനെ ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് നിലനിർത്തിയെടുക്കാൻ നമുക്ക് പാർട്ടിസിപ്പൻസിനെ ഹെൽപ്പ് ചെയ്യാം എന്നുള്ളതിലേക്ക് ചിന്തിക്കാൻ തുടങ്ങിയത്. സോ എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് എന്നുള്ളൊരു പ്രോസസ്സ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പം അതിൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി കോൺഫിഡൻസ് ബിൽഡിങ് വലിയൊരു ഈസി പ്രോസസ്സായിട്ട് മാറി. സോ ഞാൻ അതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഇൻറ്റേർണൽ കോൺഫിഡൻസ് എന്നും എക്സ്റ്റേണൽ കോൺഫിഡൻസ് എന്നുമാണ്. അതായത് എക്സ്റ്റേണലായിട്ടുള്ള കാര്യങ്ങളെ, അതായത് നമ്മൾക്ക് പുറമേയുള്ള കാര്യങ്ങളെ കണക്ട് ചെയ്തിട്ടുള്ള നമ്മുടെ കോൺഫിഡൻസ്, അതിനെ നമുക്ക് എക്സ്റ്റേണൽ കോൺഫിഡൻസ് എന്ന് വിളിക്കാം. ഈ പറയുന്ന പോലെ മോട്ടിവേഷണൽ കണ്ടൻറ്റ് കേട്ടുകൊണ്ട്, മോട്ടിവേഷണൽ സെഷൻസ് അറ്റൻഡ് ചെയ്തുകൊണ്ട്, അതല്ലെങ്കിൽ നമുക്ക് നമ്മുടെ കയ്യിലുള്ള മറ്റെന്തെങ്കിലും കാര്യങ്ങളെ, ആൾക്കാരെ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളെ കണക്ട് ചെയ്തുകൊണ്ട് നമുക്ക് കിട്ടുന്നൊരു കോൺഫിഡൻസ്, അതിനെ നമുക്ക് എക്സ്റ്റേണൽ കോൺഫിഡൻസ് ആയിട്ട് കാണാം. അതിന് പക്ഷേ ഒരു ലിമിറ്റ് ഉണ്ടാവും, നമുക്കത് സ്ഥിരമായിട്ടുണ്ടാവണമെന്നില്ല. ഇൻറ്റേർണൽ കോൺഫിഡൻസ് എന്ന് പറയുമ്പോൾ ആ പേര് പോലെ തന്നെ നമ്മുടെ ഉള്ളിൽ നിന്നുണ്ടാകുന്നൊരു കോൺഫിഡൻസ് ആണ്. അതായത് ബേസിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ സംഗതി വളരെ സിമ്പിളാണ്. നമ്മളുടെ സ്വന്തം സ്കിൽസിനെയും സ്ട്രെങ്ത്തിനെയും കണക്ട് ചെയ്തിട്ടുള്ള ഒരു കോൺഫിഡൻസ്. സോ ഒരു സെൽഫ് റിയലൈസേഷനാണ് അവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ട കാര്യങ്ങൾ. നമ്മളെപ്പറ്റി നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. കേൾക്കുമ്പം ഇത് ഇത്ര വലിയ കാര്യമാണോ, അങ്ങനെ ഒരു കൺസേൺ ഉണ്ടോ എന്നൊക്കെ തോന്നുമായിരിക്കും. തീർച്ചയായിട്ടും ഉണ്ട്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, നമ്മൾ കരിയറിൻ്റെ ഒക്കെ ഇയർലി സ്റ്റേജസിൽ റെസ്യൂമേസ് പ്രിപ്പയർ ചെയ്യാനായിട്ടിരിക്കുന്ന സമയത്ത് റെസ്യൂമേ അല്ലെങ്കിൽ CV ഒക്കെ പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ കൺഫ്യൂസ്ഡ് ആവാൻ സാധ്യതയുള്ളൊരു ഭാഗമുണ്ട്. നമുക്കെല്ലാം അറിയാം പൊതുവേ, അതായത് നമ്മുടെ പേരറിയാം, കോൺടാക്ട് നമ്പർ, ഇമെയിൽ ID, ക്വാളിഫിക്കേഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയാം. ഒരു ഹെഡിങ് വരുമ്പോൾ നമ്മൾ കൺഫ്യൂസ്ഡ് ആവും. സ്കിൽസ്, അവിടെ എന്താ എഴുതേണ്ടത്? നമ്മൾ ഭൂരിഭാഗം പേരും ചെയ്യുന്ന കാര്യം, നമ്മൾ എവിടെ നിന്നാണോ ഈ റെസ്യൂമേ എഴുതാൻ വേണ്ടിയിട്ടുള്ളൊരു ഇൻസ്പിറേഷൻ കിട്ടുന്നത്, ചിലപ്പോൾ ഗൂഗിൾ ആവാം, ചിലപ്പോൾ ഒരു ഫ്രണ്ടിൻ്റെ അല്ലെങ്കിൽ ഒരു റിലേറ്റീവിൻ്റെ റെസ്യൂമേ ആവാം. നമ്മൾ അവരുടെ റെസ്യൂമിൽ എന്ത് എഴുതിയിരിക്കുന്നു എന്ന് നോക്കും. ചിലർ അതേപടി പകർത്തി വെക്കും, ചിലർ അതിൽ നിന്ന് ചിലതൊക്കെ എടുക്കാം എന്ന് വിചാരിച്ച് അങ്ങനെ അങ്ങ് എഴുതും. പക്ഷേ ഇതിൽ എന്ത് നമുക്കുണ്ട് എന്നുള്ളതിൽ ഒരുവിധപ്പെട്ടവർക്കൊക്കെ കൺഫ്യൂഷൻ ഉണ്ട്. സംശയം ഉണ്ടെങ്കിൽ ഈ നമ്മുടെ ഈ ചാനലിൽ തന്നെ വന്നിട്ടുള്ള വീഡിയോസ് ഉണ്ട് റെസ്യൂമേ പ്രിപ്പറേഷനൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട്. അതിനടിയിലുള്ള കമൻറ്റ്സ് നോക്കിയാൽ മതി. ഞാൻ ഇന്ന ജോലിക്ക് പോവുകയാണ്, ഞാൻ എന്തൊക്കെ സ്കിൽസ് എഴുതേണ്ടത്, അല്ലെങ്കിൽ ഞാൻ ഇന്ന പ്രൊഫഷണലാണ്, ഞാൻ എന്ത് സ്കിൽസ് എഴുതണം. സോ ഇറ്റ്സ് നോട്ട് അബൌട്ട് ദ ജോബ് ഓർ ഇറ്റ്സ് നോട്ട് അബൌട്ട് ദ പ്രൊഫഷൻ. സ്കിൽസ് എന്ന് പറയുമ്പോൾ നമ്മുടെ സോഫ്റ്റ് സ്കിൽസ്, നമ്മളുടെ ഓരോരുത്തരുടെയും ഇന്നർ എബിലിറ്റീസ്, സ്കിൽസിനെ പറ്റിയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അത് തിരിച്ചറിയുക എന്നുള്ളത് ഒരു തരത്തിൽ പറഞ്ഞ ഈസി പ്രോസസ്സാണ്. പക്ഷേ നമ്മളുടെ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലോ നമ്മളുടെ ഇപ്പോഴത്തെ ഒരു സിനാരിയോയിലോ എവിടെയും അതിനൊരു അവസരം കിട്ടുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. സോ ചിലർക്ക് കമ്മ്യൂണിക്കേഷനിൽ എക്സലൻസ് സ്കില്ലുണ്ടായിരിക്കും, ചിലർക്ക് ലീഡർഷിപ്പിലായിരിക്കും ഒരു എക്സലൻസ് സ്കില്ല് ഉണ്ടായിരിക്കുക, ചിലർ നല്ല ഒരു ടീം പ്ലെയർ ആയിരിക്കും, ചിലർക്ക് എക്സലൻ്റ് അഡാപ്റ്റബിലിറ്റി ഉണ്ടാവും. അതായത് ഏതൊരു സാഹചര്യത്തിലും ഏതൊരു ആൾക്കാരുടെ അടുത്തേക്കും വളരെ പെട്ടെന്ന് ജെല്ലായി വളരെ സ്മൂത്തായിട്ട് കാര്യങ്ങൾ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരുണ്ടാവും. ചിലർ എക്സലൻ്റ് ആയിട്ടുള്ള പ്രൊഫഷണലിസം ഉള്ളവരായിരിക്കും. ഇതൊക്കെ നമ്മൾ കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്ത്, അങ്ങനെയുള്ള സിറ്റുവേഷൻസ് പ്രാക്ടീസ് ചെയ്ത് എൻഗേജ് ചെയ്ത് വരുമ്പോൾ അങ്ങനെയാണ് നമുക്കിത് തിരിച്ചറിയാൻ പറ്റുക. അത് നമ്മൾ പലപ്പോഴും സ്വന്തമായിട്ട് തിരിച്ചറിയണമെന്നില്ല. മറ്റൊരാൾ നമ്മൾക്ക് പറഞ്ഞു തരിക, ഓക്കെ നിങ്ങൾ ഇന്ന കാര്യങ്ങൾ ചെയ്ത സമയത്ത് ഇന്ന ഏരിയാസിൽ നിങ്ങൾ എക്സലൻ്റ് ആയിട്ട് അത് ഹാൻഡിൽ ചെയ്തു, നിങ്ങൾ അവിടെ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് നന്നായിട്ടാണ് ചെയ്തത്, നിങ്ങൾ ലീഡർഷിപ്പ് വന്ന സമയത്ത് നിങ്ങൾ ഇന്ന കാര്യങ്ങൾ ഇന്ന രീതിയിൽ ചെയ്തത് എക്സലൻ്റ് ആയിരുന്നു, തുടങ്ങിയ കാര്യങ്ങൾ ഒരു ഫീഡ്ബാക്ക് കിട്ടുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ക്ലാരിറ്റി കിട്ടും. അതല്ലെങ്കിൽ നമ്മളൊരു കുറച്ചും കൂടി സീനിയറായിട്ടൊരു പ്രൊഫഷണലായി മാറിക്കഴിഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ ഓരോന്ന് ചെയ്യുമ്പോൾ നമുക്ക് തന്നെ അറിയാം നമ്മളിവിടെ എന്ത് നന്നായിട്ട് ചെയ്തു എന്നറിയാം. പക്ഷേ എസ്പെഷ്യലി ഒരു ഇയർലി സ്റ്റേജിലൊക്കെ വരുമ്പോൾ നമുക്കങ്ങനെ സ്വന്തമായിട്ട് എവിടെയാണ് എക്സൽ ചെയ്യുന്നത് നമ്മൾ എന്നുള്ളത് അറിയാനായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതിൻ്റെ ചുരുക്കം, നമ്മളുടെ സ്കിൽസും നമ്മളുടെ സ്ട്രെങ്സും എബിലിറ്റീസും എന്തൊക്കെയാണ് എന്ന് കൃത്യമായിട്ട് നമ്മൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയാൽ പിന്നെ അത് ഓട്ടോമാറ്റിക്കലി ഒരു കോൺഫിഡൻസിലേക്കാണ് നമ്മളെ കൊണ്ടുപോവുക. സോ നമ്മളെപ്പറ്റി നമുക്കൊരു നല്ല ധാരണയുണ്ടെങ്കിൽ, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് നമുക്ക് കൃത്യമായിട്ടൊരു നോളജ് ഉണ്ടെങ്കിൽ അതൊരു കോൺഫിഡൻസാണ് നമുക്ക് തരുന്നത്. ആ ഒരു കോൺഫിഡൻസ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കരിയറിൽ ഒരു കൺസേൺ വരുന്നില്ല.
നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന കാര്യങ്ങൾ നമുക്ക് സുഖമായിട്ട് ചെയ്യാം. കാരണം നമുക്കറിയാം. മറ്റേത് നമുക്ക് സംശയം വരുമ്പോഴാണ്, ഒരു സെൽഫ് ഡൗട്ട് വരുമ്പോഴാണ് നമുക്ക് ടെൻഷൻ വരുന്നതും കോൺഫിഡൻസ് കുറയുന്നതും ഒക്കെ. ഇവിടെ നമ്മൾക്കത് വരുന്നില്ല. ഈ പ്രോഗ്രാമിൽ നമ്മൾ ചെയ്യുന്നത് അത് തന്നെയാണ്. നമ്മുടെ കരിയറിൽ യൂഷ്വലി നമ്മൾ കടന്നു പോകുന്ന എല്ലാ സിറ്റുവേഷൻസും, നമ്മളൊരു ജോബിൽ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും, നമ്മളുടെ എല്ലാ സിറ്റുവേഷൻസിൽ കൂടെയും നമ്മൾ ഈ പ്രോഗ്രാമിലൊരു ജേർണി കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാം നമ്മൾ അവിടെ ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് നമ്മളുടെ കോർഡിനേറ്റേഴ്സ് ഇവാലുവേറ്റ് ചെയ്യുന്നുണ്ടാവും. എവറി ഡേ ഓരോ ആൾക്കാരെയും ക്ലോസ്ലി ഇവാലുവേറ്റ് ചെയ്തിട്ട് നമ്മളിവിടെ നോട്ട് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, ആരുടെ എന്തൊക്കെ സ്കിൽസ് എങ്ങനെയൊക്കെയാണ് എന്നുള്ളത് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം പേഴ്സണലായിട്ടുള്ള 1-on-1 സെഷൻസിൻ്റെ സമയത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് വ്യക്തമായിട്ട്, ഞാൻ നേരത്തെ എക്സാമ്പിൾ പറഞ്ഞതുപോലെ, എബൌട്ട് കമ്മ്യൂണിക്കേഷൻ, എബൌട്ട് കോൺഫിഡൻസ്, എബൌട്ട് പ്രൊഫഷണലിസം, എബൌട്ട് റെസ്പോൺസിബിലിറ്റി, അഡാപ്റ്റബിലിറ്റി, ടൈം മാനേജ്മെൻറ്റ് സ്കിൽസ്, ഇതെല്ലാം നമ്മൾ കൃത്യമായിട്ടൊരു ഫീഡ്ബാക്ക് കൊടുക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഓരോരുത്തർക്കും മനസ്സിലാവും, ഓക്കെ, ഞാൻ എവിടെയൊക്കെയാണ് മികച്ചു നിൽക്കുന്നത്, എനിക്ക് എവിടെയൊക്കെ ഇമ്പ്രൂവ് ചെയ്യാനുണ്ട് എന്നുള്ളത്. ഈ ഒരു റിയലൈസേഷൻ വരുന്ന സമയത്ത് നമ്മുടെ ഉള്ളിൽ നിന്ന് ഓട്ടോമാറ്റിക്കലി കോൺഫിഡൻ്റ് ആയിട്ട് മാറും. കാരണം നമുക്കറിയാം എന്താണ് ചെയ്യേണ്ടത്, നമ്മൾക്ക് എന്തൊക്കെ നന്നായിട്ട് ചെയ്യാൻ പറ്റുന്നത്, നമുക്കൊരു ക്ലിയർ പിക്ചർ കിട്ടുകയാണ്. സോ ഇതാണ് ഒരു ഇൻറ്റേർണൽ കോൺഫിഡൻസ്, അല്ലെങ്കിൽ ഒരു ഇന്നർ കോൺഫിഡൻസ് എന്ന് പറയുന്നത്. ഇന്നർ കോൺഫിഡൻസിൻ്റെ ലൈഫ് വളരെ നീണ്ടതായിരിക്കും. നമുക്ക് ഒരു എക്സ്റ്റേണൽ ഒരു മോട്ടിവേഷൻ കിട്ടുന്ന പോലെ, ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പലരും കണ്ടിട്ടുള്ള ഒരു വീഡിയോ ആകും, ജഗദീഷ് ശ്രീകുമാർ അഭിനയിച്ചൊരു സീനിൽ വളരെ എനർജിയൊക്കെ കയറി വന്നിട്ട് അല്ലെങ്കിൽ നാളെ ആവാം എന്ന് പറഞ്ഞ് എൻഡ് ചെയ്യുന്നൊരു വീഡിയോ നമ്മളൊക്കെ കാണാറുണ്ടാവും. എന്ന് പറയുന്നത് പലപ്പോഴും മോട്ടിവേഷനിലൊക്കെ ഒരു മോട്ടിവേഷണൽ ഒരു സ്റ്റോറി കേൾക്കുമ്പം, അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു ഒരു കണ്ടൻറ്റ് കൺസ്യൂം ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഒരു എനർജി അത് വളരെ പെട്ടെന്ന് തന്നെ തീർന്നു പോകും. പക്ഷേ ഇവിടെ നമ്മളിത് കുറച്ചുകൂടി പ്രാക്ടിക്കൽ രീതിയിൽ നമ്മൾ അറിയുകയാണ്. സോ നമുക്കറിയാം എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത്. ഇതാണ് ഒരു കൃത്യമായിട്ടുള്ള കോൺഫിഡൻസിലേക്ക് നമ്മളെ എത്തിക്കുന്നത്. സോ ഇതിനുള്ളൊരു അവസരമാണ് ഈ ഒരു പ്രോഗ്രാമിൽ നമ്മൾ ഒരുക്കിയിട്ടുള്ളത്. താങ്ക് യു.